അതെ പിന്നെ രമേശ് ചേട്ടാ അവിടെ കൗൺസിലിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അതിന് സത്യസന്ധമായിട്ടുള്ള മറുപടി പറയണം കേട്ടോ. അത് ഞാൻ പറഞ്ഞോളാം. എന്തായാലും നിനക്ക് അവസാനം കൗൺസിലിങ്ങിന് വരാൻ തോന്നിയല്ലോ, പിന്നെ എന്നോടല്ല അധികം ക്വസ്റ്റ്യൻ ചോദിക്കാൻ, നിന്നോടാണ്. നീയല്ലേ പേഷ്യന്റ്. ഞാനോ? രമേശ് ചേട്ടന് ഇപ്പോഴും മനസ്സിലായിട്ടില്ലേ? രമേശ് ചേട്ടനെ പേഷ്യന്റ്, രമേശ് ചേട്ടനെ കൗൺസിൽ ചെയ്യാൻ കൊണ്ടുപോണേ. അത് ശരി, ഉള്ള പ്രശ്നങ്ങളൊക്കെ നീയാണ് ഉണ്ടാക്കണം, എന്നിട്ട് ഇപ്പൊ എന്റെ തലക്കിടാൻ നോക്കണതൊക്കെ. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴും കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല അല്ലേ? അതെ, കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഞാൻ ChatGPT ആയിട്ട് സംസാരിച്ചു. ബെസ്റ്റ്. നീ ChatGPT ആയിട്ടാണോ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളത്? അതെ, ഇത് AI യുഗാണ്. ഇന്ന് നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ChatGPT ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുത്താൽ മതി. കറക്റ്റ് ആൻസർ മണി പോലെ കിട്ടും. ആയിക്കോട്ടെ, എന്നിട്ട് എന്ത് ആൻസർ ആണാവോ കിട്ടിയേ? ഞാൻ ChatGPT നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു. അപ്പൊ ChatGPT എന്നോട് പറഞ്ഞത്, നിങ്ങളുടെ അടുത്താണ് പ്രശ്നം, നിങ്ങൾക്കൊരു കൗൺസിലിങ്ങിന്റെ ആവശ്യമുണ്ട്. അതൊക്കെ പലതും പറയും, അതൊന്നും കേട്ടിട്ട് നീ വെറുതെ വിശ്വസിക്കാൻ നിൽക്കണ്ട. ChatGPT പറഞ്ഞ അച്ചട്ടാണ്, എനിക്കത് വിശ്വാസം. എന്നാ നീ കേട്ടോ, 4 ദിവസം മുന്നേ ഈ സാധനത്തിനോടെ ഞാനും നമ്മളെ കുടുംബ പ്രശ്നങ്ങളെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കറക്റ്റ് ആൻസർ കിട്ടിയില്ലേ? ഇതിനെ കൗൺസിലിങ്ങിനല്ല പോണ്ടേ, ഒരു അഡ്വക്കേറ്റിനെ കാണാനാ പോണ്ടേ. അതെന്തിനാ? അപ്പൊ എന്താ പറഞ്ഞറിയോ, നിന്റെ ഭാര്യ ഭയങ്കര ടോക്സിക്കാ, എത്രയും പെട്ടെന്ന് ഡിവേഴ്സ് ചെയ്യുന്നു. അതെ, നമുക്ക് വക്കീലിനെ കാണാൻ പോവാ. അല്ല, അതിനിപ്പോ തെറ്റൊക്കെ പറ്റാലോ, അതും മനുഷ്യനൊന്നല്ലോ. അതൊക്കെ പോട്ടെ രമേശ് ചേട്ടാ, നമുക്ക് വീട്ടിൽ പോവാം. എന്തായാലും ഇപ്പൊ ഈ വേഷമൊക്കെ കെട്ടി പുറത്തിറങ്ങിയല്ലേ, എന്തായാലും ഞാൻ കടയിൽ പോയിട്ട് വരാം. ഇയാൾ എന്നെ ഇപ്പൊ തന്നെ കൊണ്ടുപോയി ഡിവോഴ്സ് ചെയ്തിരുന്നു. തൽക്കാലം രക്ഷപ്പെട്ടു. ഇനി നേരെ ഞാൻ ഒരു ആപ്പിനും വിശ്വസിക്കില്ല, എല്ലാം കോപ്പ. അതേറ്റു. ഇനി കുറച്ച് ദിവസത്തേക്ക് എനിക്ക് കുറച്ച് സമാധാനം ഉണ്ടാവും.